എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അഥവാ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലാണെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മോളെ നോക്ക്, ഗൗരിയുടെ സഹോദരനാണ്, നല്ല പയ്യനാണ്. അതെ, ആ നല്ല പയ്യന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കട്ടെ. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. പിന്നെ എങ്ങനെ പറയണം? എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അവൾ ഇങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നെന്ന്. ഇന്ന് ഞാൻ അവളെ... നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാതെ സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റൂ അവളെ. എന്താടി അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? ആ പറഞ്ഞു. അതിനെ കുറിച്ച് പറയാനാ ഞാൻ വിളിച്ചേ. എനിക്കിപ്പോ കല്യാണം ഒന്നും നോക്കണ്ട. ചേച്ചി ഗൗരി ചേച്ചിയെ വിളിച്ച് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ പറയാം. നീ എന്താ ഈ പറയുന്നേ? ഞാൻ പറയേണ്ടതൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, എനിക്ക് കല്യാണം വേണ്ട വേണ്ട വേണ്ട. ശരി, നോക്ക്, കളിക്കല്ലേ. ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ട് നിസ്സാരമായിട്ടങ്ങ് പറയുക. നിസ്സാരമായിട്ടല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. എനിക്ക് ഈ വിവാഹം വേണ്ട. അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആ, എനിക്ക് തോന്നി കല്യാണം വേണ്ടാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം ഇതായിരിക്കും. ഞാൻ ആരെയും കണ്ടൊന്നും വെച്ചിട്ടില്ല. ഗൗരി ചേച്ചിയുടെ ആങ്ങളെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, കല്യാണം തന്നെ വേണ്ടെന്നാ. കല്യാണം വേണ്ടെന്നോ? അത് നീയാണോ തീരുമാനിക്കുന്നേ? നോക്ക്, ഞാനങ്ങ് വന്നാലുണ്ടല്ലോ. എന്താ ദേവികേ? ശാരിക അവക്ക് കല്യാണം വേണ്ടാന്ന്. ഇങ്ങിതാ, ഞാൻ സംസാരിക്കാം. മോളെ, ഞാൻ പ്രഭയ. ആന്റി, ആന്റിക്ക് സുഖാണല്ലോ അല്ലേ? സുഖാണോന്ന് ചോദിച്ച് നീ വിഷയം മാറ്റാണല്ലേ? സുഖമല്ല. പ്രത്യേകിച്ചും ഓരോ ദിവസവും ഓരോ വിഷമങ്ങളാ. ഇന്നതാ നിന്റെ കല്യാണ വിഷയം. നിനക്ക് താല്പര്യമില്ലാന്ന് ദേവിക പറഞ്ഞു. അത് ആന്റി, എനിക്ക് പഠിക്കണം. നിനക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുപോലെ വീട്ടുകാർക്കും ഉണ്ട് ഓരോ ആഗ്രഹങ്ങള്. അതിലൊന്നാ മക്കളുടെ കല്യാണം, പ്രത്യേകിച്ചും പെൺമക്കളുടെ കല്യാണം. ആന്റി, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. ഈ രാത്രി നിന്നെ ഉപദേശിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ഉണ്ട്. ഞാൻ ദേവികയുടെ ഫോൺ വാങ്ങി നിന്നോട് സംസാരിക്കുന്നത് നീ എന്റെ കുട്ടിയാണെന്ന് കരുതിയിട്ടാ. എന്റെ മോളുടെ സ്ഥാനത്ത് കണ്ടിട്ടാ ഞാൻ സംസാരിക്കുന്നേ. ആന്റി, ഞാൻ ആന്റിയെ ഹേർട്ട് ചെയ്യുന്നതല്ല. എന്നെ ഇനി ഒന്നുകൊണ്ടും ഹേർട്ട് ചെയ്യാൻ പറ്റില്ല മോളെ. ആന്റി പറയുന്ന നീ ഒന്ന് കേക്ക്. എന്തായാലും നവീനും വീട്ടുകാരും വരട്ടെ. നിങ്ങൾ തമ്മിലൊന്ന് കാണ്, സംസാരിക്ക്. പക്ഷേ ആന്റി, പ്ലീസ്. എന്ത് പ്ലീസ്? പറയുന്നത് അനുസരിക്കാൻ പഠിക്ക്. നിന്റെ ചേച്ചിയും ഞങ്ങളും ഒക്കെ ഓരോ പ്രശ്നത്തിന്റെ തീച്ചുളയില്ല. അതിന്റെ ഇടയിൽ ഒരു ആശ്വാസമായിട്ട് കൂടിയാ ഈ കല്യാണാലോചന. ഓരോരുത്തരും ഓരോ കടുംപിടുത്തമായിട്ട് നിന്നാ അങ്ങനെ നിക്കാം. മോളെ, ഐ എം സോറി. നിന്നെ വേദനിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിന്റെ കല്യാണം എല്ലാവരുടെയും ആവശ്യമാണ്. ആ പയ്യനെ കുറിച്ച് ഞങ്ങൾക്കും ഒന്നും അറിയില്ല. നല്ലതാണോ മോശമാണോ ഒന്നും അറിയില്ല. എന്തായാലും ഒന്ന് വരട്ടെ, വന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്ക്. മിടുക്കി. അമ്മേ, എന്താ മോളെ? അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്? ഞങ്ങളുടെ പഴയ അമ്മ തന്നെയാണോ ഇത്? മനസ്സിലായില്ല. കുറച്ചു ദിവസം മുൻപ് വരെ വിഷമിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞ അമ്മയല്ല ഇപ്പോഴത്തെ ഈ അമ്മയെന്ന്.
അന്ന് അമ്മ പറഞ്ഞത് ഇനി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാവില്ലെന്നാ. ഇപ്പതാ അമ്മ ഏത് കാര്യത്തിലും ഇതുവരെ ഇല്ലാത്തൊരു ശക്തിയോടെ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് തോന്നുന്നതാ മോളെ. അതല്ല സത്യദേവി പറഞ്ഞത്. അമ്മ പോസിറ്റീവ് ആയതോടെ പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നു. ദാ ഇപ്പൊ തന്നെ എന്നോട് എതിർത്ത ശാരിക അമ്മ പറഞ്ഞപ്പോ സമ്മതിച്ചു. അതെന്താണെന്നറിയോ? മോള് പകർന്നു തന്ന ധൈര്യോ. മുൻപ് നീ മിനിറ്റിന് പറയില്ലേ, അമ്മ വീണു പോവാതിരുന്നാ മാത്രം മതി എല്ലാം ശരിയാവൂന്ന്. അങ്ങനെ പിടിച്ചു നിന്നതാ. ഏയ് അതൊന്നും അല്ല, മറ്റെന്തോ ഉണ്ട്. ഒന്നുമില്ല. നീ പറഞ്ഞതുപോലെ അമ്മയുടെ മാറ്റത്തിന് പിറകിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. അതേ നന്ദു, എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ത്യാഗരാജ, ദാ ഇത് കഴിക്ക്. ഓ, ഇത് എത്രാമത്തെ ഗുളികയാ ചേച്ചി? അസുഖം മാറണ്ടേ? കഴിച്ചാലേ അസുഖം മാറുള്ളൂ. ദാ. മതി മതി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ കിടപ്പിലായി പോയത്. ഇതെന്താ പറ്റിയേ? സത്യത്തിൽ എന്താ സംഭവിച്ചേ? പറഞ്ഞില്ലേ ചേച്ചി, അപകടം, വാഹനാപകടം. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ കേസ് കൊടുക്കണ്ടെന്ന് നീ പറഞ്ഞേ? ഏയ് വേണ്ട വേണ്ട, കേസും വഴക്കൊന്നും വേണ്ട. എന്തിനും കേസിനും വഴക്കിനും നിൽക്കുന്ന നിനക്ക് ഇപ്പൊ എന്താ കേസ് വേണ്ടെന്ന് തോന്നുന്നേ? ഇടിച്ച വാഹനത്തിന്റെ ഉടമ നിന്നെ ഭീഷണിപ്പെടുത്തിയോ? സാധാരണ ഒന്നിനും പേടിക്കാത്ത ആളാണല്ലോ നീ. നിനക്ക് എന്താടാ പറ്റിയേ? ഓ, എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി. പറഞ്ഞ് എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിക്കാതിരുന്നാ മതി. നിന്നെ രക്ഷിച്ച ആള് ആ മുസ്തഫ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയ എല്ലാം വിശദമായി അറിയായിരുന്നു. അയ്യോ, ഏയ് വേണ്ട വേണ്ട വേണ്ട. എന്താടാ ചേച്ചി, എല്ലാം കൂടെ നോക്കുമ്പോഴേ ദേവക്കാട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോ മുതലാന്നറിയാമോ? എപ്പോ മുതലാ? തനൂജ ഇവിടെ വന്നപ്പോ മുതലാ ചേച്ചി. അവളൊരു നെഗറ്റീവ് എനർജിയാ ചേച്ചി. എന്ത് നെഗറ്റീവ് എനർജി? ഈ നിമിത്തങ്ങളിലും സൂചനകളിലും ഒന്നും വിശ്വാസമില്ലാത്ത ആളാ ഞാൻ. പക്ഷേ ഇപ്പൊ തോന്നുക അതിലെന്തൊക്കെയോ കാര്യങ്ങളുള്ളത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. പ്ലാനിംഗ് ഒക്കെ തെറ്റുന്നു. അന്ന് ദേവികയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, പക്ഷെ എന്തെങ്കിലും നടന്നു? അവള് ക്ലീൻ ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയില്ലേ? തനൂജയുടെ അച്ഛൻ ബലരാമൻ അളിയനാണെന്ന് ആ പ്രഭാവതി പത്രസമ്മേളനത്തിൽ വരെ പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ എത്രമാത്രം മോശമായി ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ചേച്ചി? അവളെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞേക്കണം. നമുക്ക് നാളെ തന്നെ ഒരു ന്യൂറോയെ പോയി കാണാം. ത്യാഗരാജ, അപകടത്തിന്റെ ഷോക്കില് നിന്റെ മനസ്സങ്ങ് പിടിവിട്ട് പോയിരിക്ക. അതുകൊണ്ടാ ഇന്ന് വരെ ചിന്തിക്കാത്ത രീതിയിലൊക്കെ നീ ഓരോന്ന് പറയുന്നേ. അവന്റെ ഒരു നെഗറ്റീവ് എനർജി. ചേച്ചി, നീ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ചേച്ചി, എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ?
അവൾ ഈ വീട്ടിലെ കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാ ഈ വീട്ടിലെ ദുരന്തം. എന്തൊരു ജന്മാവള്. തനുജയുടെ അമ്മയുടെ പേര് മേരി എന്നാ. ആരോഗ്യ വകുപ്പ് മന്ത്രി മേരി തോമസ്. എന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി മാഡമാണ്. എനിക്കറിയാം, ഞാൻ ആരും ഇല്ലാത്തവളാ. അച്ഛനും അമ്മയും അംഗീകരിക്കാത്ത പെണ്ണ്, അനാഥ. അനാഥർക്ക് ഗവൺമെന്റ് തുണയാകുമെന്ന് കേട്ടിട്ടുണ്ട്. ദാ ഇതിപ്പോ മന്ത്രിയും കൈയൊഴിയുന്നു. കൈയൊഴിയാൻ മാത്രമല്ല, നശിപ്പിക്കാനും നോക്കുന്നു. ഇനിയും എന്നെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മാഡത്തിന്റെ പേരെഴുതി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ആന്റി, ഞാൻ പൊയ്ക്കോളാം ആന്റി. എന്താ മോളെ? ഞാൻ കാരണം ആന്റിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പൊയ്ക്കോളാം ആന്റി. മോൾ ഇവിടെ നിൽക്കുന്നതില് എനിക്കെന്ത് ബുദ്ധിമുട്ട്? മോളോടാരാ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞത്? ത്യാഗരാജൻ ചേട്ടൻ ആന്റിയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ചേട്ടൻ എന്നോടും ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പോകുന്നത് ആന്റി നല്ലത്. ഇത് മോളുടെ വീടാ, മോ കൂടി അവകാശപ്പെട്ട വീട്. മോൾ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. ബാലുവിന്റെ ആത്മാവിന് അതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്താ ആന്റി? അല്ല, ബാലുവിനെ മോൾ അച്ഛനെ പോലെയല്ലേ കണ്ടിരുന്നേ? അപ്പോ ബാലുവിന്റെ ആത്മാവിന് വിഷമം കാണില്ലേ? അതുകൊണ്ട് മോൾ ഇവിടുന്ന് പോകുന്ന കാര്യം തൽക്കാലം അങ്ങ് മറന്നേക്ക്. ആ ബാഗൊന്ന് തിരിച്ചു വെച്ചേക്ക്. താ. ത്യാഗരാജൻ ചേട്ടന് പെട്ടെന്ന് എന്നോട് ദേഷ്യം തോന്നാൻ കാരണം എന്താ ആന്റി? ചന്ദ്രത്തുകാരുമായി വഴക്കൊന്നും വേണ്ട, അവരുമായിട്ട് സ്നേഹത്തിൽ പോണമെന്നൊക്കെ ഉപദേശിച്ചത് എന്തിനാ? ഞാൻ അതിശയിച്ചു പോയി. ചേട്ടൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയതേയില്ല. മോൾക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് കരുതിയായിരിക്കും ത്യാഗരാജൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല ആന്റി, അല്ല. എന്റെ തോന്നല് ആ മേരി തോമസ് ഇടപെട്ടു എന്ന് തന്നെയാ. അവർക്കെന്തോ ആദ്യം മുതലേ എന്നോട് എന്തോ വെറുപ്പ് പോലെയായിരുന്നു. കാണുമ്പോ പഞ്ചസാര വാക്ക് പറയും, കരയുമ്പോ കണ്ണു തുടയ്ക്കും, തത്വം പറയും, മോളെന്നെ വിളിക്കും. പക്ഷെ കൂറ് മുഴുവൻ ചന്ദ്രോത്തുകാരോടാ. ആദ്യം മുതലേ അവർക്ക് എന്നോട് എന്തോ വൈരാഗ്യം പോലെയാ. മോളോട് മാത്രമല്ല, എന്നോടും എന്തൊക്കെയോ ശത്രുതയുള്ളതുപോലെ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ആന്റി, ത്യാഗരാജൻ ചേട്ടനോ മേരി തോമസോ ഇനി സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാലും ശരി, ചന്ദ്രോത്തുകാരെ എന്റെ ശത്രുസ്ഥാനത്ത് തന്നെയാവും ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്റെ അച്ഛനാണെന്നുള്ളത് അംഗീകരിച്ചു തരണം. ചന്ദ്രോത്തുകാരുടെ പ്രോപ്പർട്ടിയിൽ അവകാശമില്ലെന്ന് ഞാൻ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കില്ല. ആ
ആ സ്റ്റേ പിൻവലിക്കാനും പോകുന്നില്ല. ഇതെന്റെ യുദ്ധമാണ് ആന്റി. ഞാൻ ജയിച്ചിട്ടേ യുദ്ധം അവസാനിക്കും. ശാരികയുടെ കല്യാണം മുമ്പിൽ നിന്ന് നടത്തേണ്ടത് നമ്മളാ. മൂത്ത മരുമകനായ ഞാനാ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, സാമ്പത്തികം ഉൾപ്പെടെ. പക്ഷേ നമ്മുടെ അവസ്ഥ. നന്ദുവിനോട് ആരാ കാശ് ചോദിച്ചേ? ഇതിപ്പോ അവസ്ഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. ഗൗരിയാണെങ്കിൽ വ്യക്തമായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇതെല്ലാം മനസ്സിൽ കണ്ട ഗൗരി ഈ ആലോചന മുന്നോട്ട് വെച്ചത്. അതെ, അത് നേരാ. പക്ഷേ കയ്യിൽ ഒട്ടും തന്നെ കാശില്ലാത്ത അവസ്ഥയല്ലേ ദേവി. അവക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? വേണ്ട, അവക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കണ്ടേ? അതൊക്കെ സാധിക്കും നന്ദു, നോക്കിക്കോ. അവളുടെ വിവാഹത്തിന് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ വരും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. വിവാഹ ചെലവെന്നൊക്കെ പറയുന്നത് നിസ്സാരമായി കാണണ്ട. രജനീച്ചയുടെ കല്യാണം ഏറ്റവും ചുരുക്കി അമ്പലത്തിൽ വെച്ച് നടത്തി. അതിനും വേണ്ടി വന്നു നല്ലൊരു തുക. സത്യം പറഞ്ഞാ ആലോചിക്കുമ്പോ പേടിയാവുക. ശാരിയുടെ കല്യാണം അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ നടത്തണ്ടേ? കാശുവിടുന്ന് സംഘടിപ്പിക്കും. അതൊക്കെ നടക്കും, നന്ദു നോക്കിക്കോ. അങ്ങനെ ആയാ മതിയായിരുന്നു. ഏതായാലും നവീൻ വന്ന് ശാരിയെ കാണട്ടെ. അവര് തമ്മിൽ ഇഷ്ടമായ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇഷ്ടാവുന്ന കാര്യമൊക്കെ രണ്ടാമത്. ശാരിയുടെ ഒരു സംസാരം കേട്ടിട്ടെ അത്ര നല്ല രീതിയിൽ പെണ്ണുകാണൽ നടക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതൊന്നും കാര്യമാക്കണ്ട. ഇങ്ങനെ കല്യാണാലോചന വരുമ്പോ എല്ലാ പെൺകുട്ടികളും പറയും ഇപ്പൊ വേണ്ട, പിന്നീട് ആവട്ടെ എന്നൊക്കെ. എല്ലാം അടുത്ത് വരുമ്പോഴേക്കും കല്യാണത്തിലേക്ക് പോകും. എന്നെ പോലെ അല്ല അവള്. ജീവിതം അവളെ പഠിപ്പിച്ച കുറെ പാഠങ്ങളുണ്ട്. എല്ലാത്തിന്നും കരകയറി ഒരു ജോലി, സ്വന്തമായിട്ടൊരു വീട് ഒക്കെ സ്വപ്നം കണ്ട അവള് പഠിക്കുന്നത്. അതിനിടയില് ഈ കല്യാണം നടത്താൻ അവളായിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ്, അവസ്ഥയൊക്കെ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവൾ എതിര് പറയാൻ വഴിയില്ല. എന്തായാലും കാര്യങ്ങൾ നന്നായിട്ട് നടന്നാ മതിയായിരുന്നു. നടക്കും. താ വാ. തോമസ് ആണല്ലോ. ഹലോ, പ്രഭാവതി മാഡം അല്ലേ? അതെ മിനിസ്റ്റർ. എന്താ ഈ നേരത്ത്? ഞാനിപ്പോ വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് മാഡത്തെ ഒന്ന് കാണണം. എന്തു പറ്റി? എന്തെങ്കിലും? പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് സംസാരിക്കണം. ഈ സമയത്ത് വിളിച്ചതിന് സോറി. എന്താ മാഡം, എന്താ പ്രശ്നം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്ത് കാര്യത്തിനാ? സിദ്ധുവിനെ പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കാനാണോ മാഡം? അത് അല്ല മാഡം, അത് മിനിസ്റ്റർ, എനിക്ക് പ്രധാനം എന്റെ ഭർത്താവിന്റെ മോചനമാണ്. ഞങ്ങൾ ഗതിയില്ലാത്ത അഭയാർത്ഥികളെ പോലെ ഓടിക്കൊണ്ടിരിക്കുക. സിദ്ധുവിന് വേണ്ടി മിനിസ്റ്ററുടെ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും ശ്രദ്ധിച്ചില്ല. ദേവികയുടെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. മാഡം, കാര്യം എന്താണെന്ന് പറയൂ. അതറിഞ്ഞിട്ട് തീരുമാനിക്കാം വരണോ വേണ്ടയോന്ന്. എനിക്ക് മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. മറ്റാരുമില്ല എനിക്ക്. മന്ത്രിയായിട്ടല്ല, ഒരു സാധാരണ പെണ്ണായിട്ട് തന്നെയാ ഞാനിപ്പോ മാഡത്തെ വിളിക്കുന്നത്.
പ്ലീസ് ഒന്ന് വരണം. ശരി, ഞാൻ വരാം. താങ്ക് യു.